എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാവരും തന്നെ നമ്മൾ ഗിന്നസിൽ കളിക്കുമ്പോഴാണ് ദേവിചന്ദനെ ഉൾപ്പെടെയുള്ള എല്ലാ കലാകാരന്മാരും തന്നെ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്നത് അത് വലിയൊരു ഭാഗ്യമാണ്. ആ കൂടെ നീ വന്നിട്ടുണ്ട്. എനിക്കും ഭയങ്കര ആഗ്രഹം വീട്ടിൽ വരണമെന്ന്, ഫാമിലി എല്ലാരും കാണണം. അല്ല സത്യമായിട്ട് എൻ്റെ ആദ്യ കാലങ്ങളിൽ എപ്പിസോഡൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ ചേച്ചി എല്ലാവർക്കും ഭയങ്കര കാണാൻ ഭയങ്കര കൊതിയായിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എപ്പിസോഡ് കാണുമ്പോൾ കണ്ണ് അറിഞ്ഞു പോയിട്ടുണ്ട് വെച്ച് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ബിസിനസ് ആയിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായി. നീ അതെല്ലാം ഇതിന്റെ അഭിനയമായിരുന്നു നല്ലത്. അതെന്ത് ഇവിടെ വർക്കാൻ എന്റെ ഇടവഴി അടിക്കുന്നത് നല്ലതല്ല അല്ല. അതൊക്കെ നമ്മള് ഈ പറഞ്ഞ പോലെ വൈറലാകണമെന്ന് ഓർത്തിട്ടും ചെയ്തല്ലോ. ആ സമയത്ത് ഒന്നും അറിയില്ല, എന്തുവാണ് ഫ്ലോറി ഒന്ന് പറയണ്ടേ, എന്തുവാണ് ചെയ്യണ്ടേന്ന് അറിയില്ല. അപ്പൊ അവര് ചോദിക്കുന്നത് ഞാൻ പറയുന്നു, ഇത് പറയുന്നത് ഒത്തിരി പേര് കാണുന്നുള്ള ബോധമൊന്നും ആ സമയത്തില്ല. ഇന്നാണെങ്കിൽ അതെ 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 തീർച്ചയായിട്ടും. അല്ല നമ്മളെല്ലാം അങ്ങനെ എല്ലാവരുടെയും ജീവിതങ്ങൾ അങ്ങനെ ഓരോ നിമിത്തങ്ങളാണ്. ഇവിടെ സിനിമയൊക്കെ എന്തുവായി? സിനിമ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് അങ്ങനെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. നല്ലൊരു കഥാപാത്രമാണ്. സിനിമയെ പറ്റി എന്താ പറയാ? സിനിമയെ പറ്റി നല്ലൊരു വേഷമാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതാണോ? ചെറിയ തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇത്ര ത്രൂ ഔട്ടായിട്ടുള്ള ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവം. അണലിത്തുരുത്ത് എന്നാണ് സിനിമയുടെ പേര്. നടന്മാര് നമ്മുടെ അനക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ സിനിമയെ പറ്റിയൊക്കെ പറയുന്നതിന്? അതിനെന്നാ എനിക്കറിയാൻ പറയാം, ചോദിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് അതത്ര പറയാം. അല്ല സിനിമയുടെ കാര്യം പറയണം, കാരണം ചിലപ്പോ റിലീസ് ആകുന്നതിന് മുന്നേ നമ്മൾ അതിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ. പിന്നെ വേറെ പറഞ്ഞിരുന്നത് അത് പറഞ്ഞ റിലീസാന്ന് പറഞ്ഞു. പ്രോജക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ? ചെറിയ തോതിലൊക്കെ വിളിയൊക്കെ വരുന്നുണ്ട്, ഭാഗ്യം ഉണ്ട് കേട്ടോ. ശരിയാ. പിന്നെ ഒരു പടം ഇറങ്ങാതിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിഞ്ഞാൽ പുറമെ ഇറങ്ങുന്നതല്ല, അത് ഗുലാന്റെ കട എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡ് കൊണ്ട് ബിൽബിളിക്ക് എന്താണ് നേട്ടമാണോ അതോ കോട്ടമാണോ, എന്തുവാണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് തന്നെ നമ്മൾ ഈ ആഗ്രഹം പണ്ട് എല്ലാവരുടെ മനസ്സിലില്ലേ, ഈ ആഗ്രഹം ഉള്ളത്ര കാലം നമ്മൾ ഇതിൻ്റെ അകത്ത് വിട്ടു പോയല്ല. ഇനിയിപ്പോൾ സ്വർണ്ണം കണ്ട് മാല കെട്ടിത്തുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പോയല്ല. അതുപോലെ തീർച്ചയായിട്ടും ഒരുപാട് വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും 10 പേര് തിരിച്ചറിയും, നമുക്ക് അരി മേടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. അത് പിന്നെ ബമ്പർ ചിരിക്കുന്ന പരിപാടിയാണെങ്കിലും നമുക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് അവിടുത്തെ ആൾക്കാരായാലും ക്രൂ ആണെങ്കിലും അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് തരുന്ന ചേച്ചിമാരുടെ അടുത്തുനിന്ന് ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഭയങ്കര അർത്ഥം വെച്ച് വർത്താനം പറഞ്ഞ എന്റെ കുടുംബം കളയാനായിട്ട് വന്നാണ് നീ മന കേട്ടോളെ. അങ്ങനെയൊന്നുമല്ല, ചേച്ചിമാരൊക്കെ ആയിട്ട് നല്ല ഇതുപോലെ നീ ആക്കി ചിരിച്ചെന്തിനാണ്? എന്റെ കൂട്ടുകാരൻ ഇത് കണ്ടാ കൊല്ലു തന്നെ. അനീഷ്വാലേ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ പുള്ളി എന്റെ നമുക്ക് രണ്ടുപേർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോ നീ യാദൃശ്യമായിട്ട് വന്നപ്പോ എനിക്ക് മിണ്ടാനും പറ്റാത്തൊരവസ്ഥയായി. ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഞാന് ആദ്യമായിട്ട് ഈ നമ്മുടെ ബമ്പർശ്ശേരി അല്ല, ബമ്പർശ്ശേരി പോലെ തന്നെ എന്നെ ഒത്തിരി അറിയപ്പെടാത്ത കലാകാരന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വീഡിയോ എടുത്തിടണം എന്നൊരു സാധനം എന്റെ ഉള്ളിൽ തോന്നിയപ്പം ഞാൻ ആദ്യം തന്നെ അനീഷ്വാലയുടെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് പ്ലാൻ ഉണ്ടെന്ന്. പക്ഷെ പുള്ളി അത് ചെയ്യുന്ന കണ്ടപ്പോ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞ പ്ലാന് ഇപ്പൊ ബമ്പർശ്ശേരി ഒത്തിരി ആൾക്കാരെ പുള്ളി അറിയാതെ പുള്ളി അറിയരുതല്ലേ, പുള്ളിയെ മാത്രം കാണിക്കരുത്, ബാക്കിയെല്ലാം കണ്ടോ കുഴപ്പമില്ല. ഈ ഭയങ്കര ബുദ്ധിയാട്ടോ. ഞങ്ങളെ ഒത്തിരി പേര് കൂട്ടുകെട്ടുകളിലാണല്ലോ എന്നാ പറഞ്ഞാൽ സ്കിറ്റിന്റെ ഒരു നെടുതെന്ന് പറഞ്ഞ കൂട്ടുകെട്ടുകൾ. പോൾസൺ ബാസി ഞങ്ങൾ ഭയങ്കര ചങ്കോടി ചങ്കാട്ടിൽ ജീവിച്ചവരാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൂട്ടുകെട്ടിലൊരു ദൃഢത തോന്നി. ജയദേവൻ കലകൂർ ഞങ്ങൾ വർക്ക് ചെയ്ത് ഒത്തിരി ആത്മബന്ധമുള്ള ആളാണ്. ഈ കോമ്പിനേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ അനീഷ്മാരും ഞാനും ഭയങ്കര ചെന്നാലും അങ്ങനെ ഒരു അഭിപ്രായം, അത് ഭയങ്കര സന്തോഷം. അപ്പൊ ഇതാണ് എന്റെ മ്യൂസിക്കൽ സാമ്രാജ്യം. ഇതാണ് എനിക്ക് പേടിയാണ്. നമ്മൾ ഈ ക്ലാസിക്കലായിട്ട് പഠിക്കാത്തതാണ്, ശാസ്ത്രീയമായിട്ട് പഠിക്കാത്തതാണ്. നമ്മൾ ഈ കുത്തി ഒച്ച കേട്ടാലേ എപ്പോഴും അറിയാവുള്ളൂ. അത് കാരണം പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചെങ്കിൽ ഞാൻ മണ്ടേ വല്ല ഗാനമേളക്കാരനായാലും മര്യാദക്ക് ജീവിക്കുകയല്ലായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പൊക്കെ ഇച്ചിരിയൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. ഇത് കുഞ്ഞിലോട്ട് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇതിനു വേണ്ടി എന്തോരം പൈസ കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ ഒരു സ്കൂളിൽ അറിയാമെന്നും പറഞ്ഞേ അവരുടെയൊക്കെ പ്രാക്കുണ്ട് ടീച്ചറിൻ്റെ. ഞാനിത് കീബോർഡ് വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞ ഒരു ഇത്രയുള്ള കീബോർഡ് വാടകയ്ക്കൊക്കെ എടുത്തുകൊണ്ട് പോയി. അവിടെ ആ ടീച്ചർ പറഞ്ഞു 2:30 പിടിക്കാട്ടോ എന്ന് പറഞ്ഞു. ഞാനപ്പം കീബോർഡൊക്കെ വെച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഡാൻസ് കഴിഞ്ഞാണ്. ഞാനവിടുത്തെ ഡാൻസിന് വായിക്കാൻ പോയെന്ന്.
2:30 പരിപാടി തുടങ്ങാൻ എൻ്റെ അടുത്ത്. ഇതിൻ്റെ കട്ടയുടെ ആളോ പറഞ്ഞു 2:30 വിളിക്കാൻ. ആ ടീച്ചർ അന്ന് പറഞ്ഞു മേലയ്യാതെ പരിപാടി കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കില്ല കേട്ടോ, പ്രാഗിയാ വിട്ടത്. അങ്ങനെ ആണ്. പിന്നെ അച്ഛൻ പാടുമായിരുന്നു, അമ്മയും പാടുമായിരുന്നു. പിന്നെ അമ്മ ഇവിടെ ഇല്ലാതെ അമ്മ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഞാൻ ഫീമെയിൽ ആവണില്ലേ അതേപോലെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഞാനും പണ്ട് സ്റ്റേജിലൊക്കെ പറയാറില്ലേ, എൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇത്. അത് ഞാൻ നിനക്ക് വേണ്ടി പാടാം. പുലർമാടമണഞ്ഞൊരു പൂവേ വിടരാനോ നീ കൊഴിയാനോ നീ, പുലർമാടമണഞ്ഞൊരു പൂവേ മുഖം ഏറ്റിയ കൈകൾ നാളെ ഈ വയലേലകൾ തോറും നീലവേ മുഖം ഏറ്റിയ കൈകൾ നാളെ ഈ വയലേലകൾ തോറും നീലവേ ഉണരേണ്ടോ നാം ഉണരൂ ജനമേ ജനമോ ജനമായി പുലർമാടമണഞ്ഞൊരു പൂവേ. തീർച്ചയായിട്ടും ഇനിയും പാടണം, 3-4 പാട്ടൊക്കെ പാടി അടുപ്പിക്കാൻ. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടുകാരും കാര്യങ്ങളും. ഇതൊക്കെയാണ് എന്റെ ജീവിതം. ഞാനൊരു കാര്യം നമ്മള് വന്നപ്പോ മഴയില്ല, ഇപ്പൊ നല്ല മഴയായിരുന്നു. നല്ല ഞാനൊരു കാര്യം മനസ്സിൽ തൊട്ട് ചോദിക്കട്ടെ, എന്തോ സത്യം പറയോ, ശരിക്കും പറയോ, ഉള്ളിന്ന് പറയണം. അയ്യേ അതൊന്നല്ല, ഞാൻ പൊക്കം ആയിട്ടിരിക്കുന്നു, വിളിവിളി പൊക്കം കുറഞ്ഞു പോയതില്ല. ഞാൻ എന്റെ എളിമ കൊണ്ടാ, നിനക്ക് എളിമയില്ലാത്ത നീ ഇങ്ങനെ പൊങ്ങി നടക്കുന്നു. ആണല്ലേ, എളിമ വന്ന് താന്നു പോയതാ. താൻ നിക്കുന്ന ഞാൻ ആണല്ലേ. ആ ശരി ശരി, എന്നാ അത് പോട്ടെ. അപ്പൊ ഇതാണ് ബിൽബിളിയുടെ ലോകം. ഇതൊക്കെയാണ് നമ്മുടെ ലോകം. ഇതിന് ഹാപ്പി അല്ലേ ബിൽബിളി? തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അങ്ങനെ ഹാപ്പി ഒന്നും അല്ല. ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല നമുക്ക് എല്ലാവരെയും ബാധിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ബാധിച്ചിരിക്കുന്നത്. അതൊക്കെ മാറും. നമ്മളെപ്പോഴും ഒരു ശുഭപ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഇവരാണ്. ഞാൻ എപ്പോഴും ഫാമിലി. പിന്നെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അങ്ങനെ അത്താനിക്കൽ പൗലോസ് ഞാൻ എപ്പോഴും എല്ലാ സ്കിറ്റുകളും പറയാം. അത് നമ്മുടെ മുതലാളിയായിരുന്നു. അവര് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ കർണന്മാരും ഗുരുക്കന്മാരും അവരെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും നമുക്കുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു നാട്ടുപുറത്തുകാരിയായ ഒരു എളിയ കലാകാരി എപ്പോഴും. പക്ഷെ വേദികളിൽ ഇവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇവിടെ വില ശരിക്കും മനസ്സിലാകുന്നത്. ആൾക്കാരല്ലേ, ഒരു കുടുംബത്തിലെ ആളെ പോലെ കെട്ടിപ്പിടിക്കുക വന്നു സ്റ്റേജ് ഷോ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ വിളിബിളടുത്ത് പറഞ്ഞു അല്ലേ, എനിക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു എന്റെ ഇപ്പഴാ എനിക്ക് എന്നെ മനസ്സിലാകുന്നത്. ഞാൻ ഒത്തിരി ആൾക്കാരെ സ്നേഹിക്കാം. ഒരുപാട് പേര് നമുക്ക് ഡയറക്റ്റ് കണ്ടാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും, ഞങ്ങൾക്കുമല്ല, ഞങ്ങളുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കലാകാരന്മാർക്കും നിങ്ങളെ ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന അതേ സപ്പോർട്ട് മുന്നോട്ടും വേണം. ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് നമ്മുടെ ആഗ്രഹം അല്ലേ. അപ്പൊ ഞങ്ങക്ക് ഫുഡും തന്നില്ലേ, നന്ദി മാത്രല്ലേ. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള്. എനിക്ക് ചേർത്ത് പിടിക്കാൻ കേട്ടോ, എനിക്ക് അത്രയ്ക്കും വിശ്വാസമുള്ള ഒരാളാണ്. എൻ്റെ ഒരു ഇത്ര നേരമൊക്കെ പറഞ്ഞ എല്ലാം തമാശയാണ്, എല്ലാം ഫുൾ തമാശയാണ്. ബിൽബിളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്നാ പറയുക, ഒരു അച്ഛനെ പോലെയാണ് എനിക്ക്. പ്രൊമോഷൻ ആണെങ്കിലും
അതെന്നെ അച്ഛനും അല്ലേ ഒരു കൂടപ്പുറപ്പ് പോലെയാണ് ഒരു മൂത്ത എന്താ പറയണം ഒത്തിരി മൂത്തൊരു ചേട്ടൻ എൻ്റെ കുഞ്ഞൊരു പെങ്ങളെ പോലെയാണ് എന്നെ നോക്കുന്നത്. ബമ്പർശ്ശേരി വന്നിട്ടാണേലും എവിടെയാണേലും ഞാൻ സ്കിറ്റ് കളിക്കാൻ ഫ്ലോറിലോട്ട് കയറുമ്പോഴാണ് എന്നോട് കയ്യെ പിടിച്ച് പറയും ഞങ്ങളൊക്കെ കൊണ്ടുപോയി പുറത്ത് ഞാനുണ്ട് നിന്റെ കൂടെ നീ ധൈര്യമായിട്ട് പോയി തകത്തിൽ വാടി എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് എന്നെ കയറ്റി വിടുന്ന ആളാണ്. അത് ഞാൻ ഈ ടെൻഷനുള്ള ആളായതിനെ നമ്മൾ കയറിനൊക്കെ ടെൻഷൻ നമ്മുടെ ആൾക്കാർ കയറുമ്പോ അല്ലേ അങ്ങനെ തോന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ എനിക്ക് ബിൽബിൾ എടുത്തെടുക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു, ആഗ്രഹമായിരുന്നു. അത് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും. താങ്ക് യു.